ശ്രീമന്നാരായണീയം, ദശകം 20, ഋഷഭയോഗീശ്വര ചരിതം. അങ്ങനെ പ്രഥമ സ്കന്ധം, ദ്വിതീയ സ്കന്ധം, തൃതീയ സ്കന്ധം, ചതുർത്ഥ സ്കന്ധം, അങ്ങനെ 4 സ്കന്ധങ്ങൾ കഴിഞ്ഞു. അഞ്ചാമത്തെ സ്കന്ധം പഞ്ചമ സ്കന്ധം. അഞ്ചാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ ദശകമാണ് ഋഷഭയോഗീശ്വര ചരിതം. ഹൈന്ദവ പുരാണങ്ങളിലും ജൈനമത പാരമ്പര്യത്തിലും ഒരുപോലെ പരാമർശിക്കപ്പെടുന്ന ഒരു ദിവ്യ പുരുഷനാണ് ഋഷഭദേവൻ. ഭാഗവത പുരാണ പ്രകാരം മഹാവിഷ്ണുവിന്റെ 24 അവതാരങ്ങളിൽ ഒന്നാണ് ഈ ഋഷഭാവതാരം. ലൗകിക ജീവിതം നയിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ധർമ്മിഷ്ഠനും സന്യാസിയുമാകാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ അവതാരത്തിന്റെ ലക്ഷ്യം. മാതൃകാപരമായ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ച ശേഷം പിന്നീട് സന്യാസം സ്വീകരിച്ച് ആത്മജ്ഞാനം നേടുന്നത് എങ്ങനെയെന്ന് മനുഷ്യർക്ക് കാട്ടിക്കൊടുക്കുക. ഒന്നാമത്തെ ശ്ലോകം: പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്രരാജാത് ഉദിതോ ഹിനാഭി ത്വാം ദൃഷ്ടവാനിഷ്ടദം ഇഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്രരാജാത് ഉദിതഃ ഹി നാഭിഃ ത്വാം ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടിമധ്യേ തവ ഏവ തുഷ്ട്യൈ കൃതയജ്ഞ കർമ്മ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത്. പ്രിയവ്രതൻ സ്വയംഭുവ മനുവിന്റെ മൂത്ത പുത്രനായ പ്രിയവ്രതൻ, അദ്ദേഹത്തിന് ഭൂതനായ, അതായത് ജനിച്ച സ്വയംഭുവ മനുവിന്റെ മൂത്ത പുത്രനായിരുന്നു പ്രിയവ്രതൻ. അദ്ദേഹം വിശ്വകർമാവിന്റെ പുത്രിയായ ബർഹിഷ്മതിയെയാണ് വിവാഹം ചെയ്തത്. അവർക്ക് 10 പുത്രന്മാരുണ്ടായി. ആ 10 പുത്രരിലും മൂത്ത പുത്രനാണ് ആഗ്നീന്ദ്ര രാജാവ്. ആഗ്നീന്ദ്ര രാജാത്, ആഗ്നീന്ദ്രൻ എന്ന രാജാവിന് ഉദിതഃ ഹി നാഭിഹി, അദ്ദേഹത്തിന്റെ പുത്രനായ നാഭി കിംപുരുഷൻ, ഹരിവർഷൻ, ഇളാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു, ഭദ്രാശ്വൻ, കേതുമാലൻ എന്നിങ്ങനെ 9 പുത്രന്മാരാണ് അവർക്കുണ്ടായിരുന്നത്. ഉദിതഃ ഹി നാഭിഹി, അങ്ങനെ ജനിച്ച നാഭി എന്ന പുത്രൻ തവ ഏവ തുഷ്ട്യൈ, അങ്ങയുടെ തുഷ്ടിക്കായി മാത്രം, അതായത് ഫലേച്ഛയൊന്നും കൂടാതെ അങ്ങയുടെ തുഷ്ടിക്കായിട്ട് കൃതയജ്ഞകർമ്മ, അങ്ങനെ യാഗങ്ങൾ ചെയ്തു. ഇഷ്ടിമധ്യേ, ആ യാഗമധ്യത്തിൽ വെച്ച് ഇഷ്ടദം, ഇഷ്ടവരപ്രദനായ, ഭക്താഭിഷ്ടപ്രദനായിട്ടുള്ള ത്വാം, അല്ലയോ ഭഗവാനെ, അങ്ങയെ ദൃഷ്ടവാൻ, പ്രത്യക്ഷത്തിൽ കണ്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്രരാജാദുദിതോ ഹി നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടദം ഇഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. ശ്ലോകം 2. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞാ സ്വതുല്യം സുതമർത്ഥ്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോധതാ ബർഹിഷി വിശ്വമൂർത്തേ. അഭിഷ്ടുതഃ തത്ര മുനീശ്വരൈഃ ത്വം രാജ്ഞഃ സ്വതുല്യം സുതം അർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേ അഹം ഇതി ബ്രുവാണഃ തിരോധതാ ബർഹിഷിഃ വിശ്വമൂർത്തേ, അല്ലയോ പ്രപഞ്ചരൂപിയായ ഭഗവാനെ, അങ്ങ് തത്ര, അപ്പോൾ, അവിടെ ആ യാഗമധ്യത്തിൽ ദർശനം നൽകിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുനീശ്വരൈഹി, ആ മുനിശ്രേഷ്ഠന്മാരാൽ അഭിഷ്ടുതഃ സ്തുതിക്കപ്പെട്ട അങ്ങ് രാജ്ഞഃ സ്വതുല്യം സുതം, ഇവിടെ രാജാവിന് അങ്ങേ പോലെയുള്ള ഒരു പുത്രനെ നൽകണം എന്ന് മുനീശ്വരന്മാർ പ്രാർത്ഥിക്കുകയാണ്. അതായത് നാഭി മേരു ദമ്പതികൾക്ക് പുത്രന്മാരില്ലാതെ വന്നപ്പോൾ അവിടുത്തെ ഈ ഋഷീശ്വരന്മാർ ഒരു യാഗം ചെയ്തു, പുത്രകാമേഷ്ടി യാഗം. ആ യാഗമധ്യത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നാഭി രാജാവ് യാതൊന്നും അർത്ഥിച്ചില്ല, യാതൊന്നും ഭഗവാനോട് ആവശ്യപ്പെട്ടില്ല. ഫലേച്ഛ കൂടാതെ അദ്ദേഹം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് യാഗം നടത്തിയത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഋഷിവര്യന്മാർ, യാഗം ചെയ്തുകൊണ്ടിരുന്ന മുനീശ്വരന്മാർ ഭഗവാനോട് അർത്ഥിക്കുകയാണ് ചെയ്തത്. അതാണ് പറയുന്നത്. അപ്പൊ യാഗം ചെയ്യുന്ന മുനീന്ദ്രന്മാർ ശ്രീഹരിയോട്, അല്ലയോ ഈശ്വര, അങ്ങയ്ക്ക് തുല്യനായ ഒരു പുത്രനെ നാഭിക്ക് നൽകണമേ എന്ന് അർത്ഥിക്കപ്പെട്ടു. ത്വം, അങ്ങാകട്ടെ, അഹം സ്വയം ജനിഷ്യേ, ഞാൻ സ്വയം അവർക്ക് പുത്രനായിട്ട് ജനിക്കുന്നതാണ്. എന്നെ പോലെ ഒരു പുത്രനെ സാധ്യമല്ല, അതായത് ഭഗവാനെ പോലെ ഒരു പുത്രൻ ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവർക്ക് ജനിക്കുന്നതാണ് എന്നുള്ള വരമാണ് കൊടുത്തത്. ഇതി ബ്രുവാണ, ഇപ്രകാരം അനുഗ്രഹിച്ചിട്ട് ബർഹിഷിഹി തിരോധത, ആ യാഗകുണ്ഡത്തിലെ അഗ്നിയിലേക്ക് തന്നെ അന്തർദാനം ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ.
അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞാ സ്വതുല്യം സുതമർത്ഥ്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ സ്ഥിരോദദാ ബർഹിഷി വിശ്വമൂർത്തേ. ശ്ലോകം 3. നാഭിപ്രിയായാമഥമേരുദേവ്യാം ത്വമംശതോ ഭൂർഷഭാഭിധാന അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദ. നാഭിപ്രിയായാം അഥ മേരുദേവ്യാം ത്വം അംശതഃ അഭൂഃ ഋഷഭാഭിധാനഃ അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാഃ അശേഷ ജനപ്രമോദഃ. നാഭിപ്രിയായാം അഥ മേരുദേവ്യാം അഥ അനന്തരം ത്വം അങ്ങാകട്ടെ നാഭിപ്രിയായാം മേരുദേവ്യാം നാഭിയുടെ പ്രിയപത്നിയായ മേരുദേവിയിൽ അംശതഃ അംശാവതാരമായിട്ട് ഋഷഭാഭിധാനഃ ഋഷഭൻ എന്ന അഭിധാനത്തോടെ അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതഃ അലോക സാമാന്യമായ അതായത് ലോകസാധാരണമല്ലാത്ത തരത്തിലുള്ള അംശ അവതാരമാണ് കൈക്കൊണ്ടത്. അതായത് ഭഗവാന്റെ അംശമായിട്ട് ജനിച്ച ആ ഋഷഭദേവനിൽ വജ്രം, അങ്കുശം, താമര, ശംഖ് എന്നീ ഭഗവാന്റെ അവതാര ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലോക സാമാന്യമാണ്, ലോകസാധാരണമല്ലാത്ത ഒരു അവതാരം കൈക്കൊണ്ടു. അങ്ങനെ ലോകസാധാരണമല്ലാത്ത ഗുണപ്രഭാവത്താൽ അശേഷ ജനപ്രമോദഃ എല്ലാ ജനങ്ങൾക്കും സന്തോഷത്തെ ഉളവാക്കിക്കൊണ്ട് സമസ്ത ജനങ്ങൾക്കും സന്തോഷമുളവാക്കിക്കൊണ്ട് അപൂഹു അവതരിച്ചു. അനന്തരം നാഭിരാജാവിന്റെ ഭാര്യയായ മേരുദേവിയിൽ അങ്ങ് അംശം കൊണ്ട് ഋഷഭൻ എന്ന പേരില് അലോക സാധാരണമായ ഗുണങ്ങളെ കൊണ്ടും മഹാത്മ്യങ്ങളെ കൊണ്ടും സമസ്ത ജനങ്ങൾക്കും സന്തോഷമുളവാക്കിക്കൊണ്ട് അവതരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. നാഭിപ്രിയായാമഥമേരുദേവ്യാം ത്വമംശതോ ഭൂർഷഭാഭിധാന അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷ ജനപ്രമോദ. ശ്ലോകം 4. ത്വയി ത്രിലോകീഭൃതിരാജ്യഭാരം നിധായ നാഭി സഹമേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതക്കിലാനന്ദപദം പദം തേ. ത്വയി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യാം തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതഃ കില ആനന്ദപദം പദം തേ. നാഭിഹി ആ നാഭിയാകട്ടെ പിന്നീട് ത്രിലോകീഭൃതി മേൽപ്പത്തൂർ പറയുകയാണ് ഭഗവാന്റെ അംശ അവതാരമാണ്. അപ്പോൾ ആ ത്രിലോകീഭൃതി 3 ലോകത്തിലും അധിപതിയായിട്ടുള്ള അങ്ങയിൽ രാജ്യഭാരം നിധായ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് മേരുദേവ്യാ സഹ സ്വന്തം ഭാര്യയായ മേരുദേവിയോടൊത്ത് തപോവനം പ്രാപ്യ തപോവനത്തിൽ എത്തിയിട്ട് ഭവൻ നിഷേവി ഭവത് ഭക്തിയിൽ മാത്രം ലീനമായ മനസ്സോടെ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ആനന്ദപദം തേ പദം ആ പദം പരമാനന്ദപദമായ ആ ആനന്ദപദത്തെ ഗതഹ കില ആ വൈകുണ്ഠ ലോകം പ്രാപിച്ചു പോലും. അങ്ങനെ ത്രിലോകീപതിയായിരിക്കുന്ന അങ്ങയിൽ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് ആ നാഭിരാജാവ് ഭാര്യയായ മേരുദേവിയോടുകൂടി തപോവനത്തിൽ പോയി ഭവൽ ഭക്തിയിൽ ലീനമായ മനസ്സോടെ തപസ്സനുഷ്ഠിച്ച് പരമാനന്ദ സ്ഥാനമായ ആ വൈകുണ്ഠപദത്തെ പ്രാപിച്ചു അത്രേ. ആ ജംബുദ്വീപം എന്ന ആ ഒരു രാജ്യത്തെ 9 പകുത്ത് അതിൽ ഒരു ഭാഗമാണ് നാഭി വാണിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആ ഇത്തിരിയുള്ള ആ ഒരു രാജ്യം എന്നുള്ളത് മേൽപ്പത്തൂരിൻ ഒരു അതിശയോക്തി കലർത്തി തന്നെ പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ത്വയി ത്രിലോകീ ഭൃതിരാജ്യഭാരം നിധായ നാഭി സഹമേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതക്കിലാനന്ദപദം പദം തേ. ശ്ലോകം 5. ഇന്ദ്രസ്ത്വദുത്കർഷകൃതാതമർഷാദ് വവർഷനാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യതദാ സുവർഷം. ഇന്ദ്രഃ ത്വത് ഉത്കർഷകൃതാത് അമർഷാത് വവർഷഃ ന അസ്മിൻ അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷം ഏനത് വ്യതതാ സുവർഷം. യഥാ എപ്പോഴാണോ ഇന്ദ്രഃ ആ ഇന്ദ്രൻ
ത്വത് ഉത്കർഷകൃതാത് ഋഷഭദേവൻ ധർമ്മിഷ്ഠനായിക്കൊണ്ട് പ്രജകളെയും അതേപോലെ പരിപാലിക്കുന്നത് കണ്ട് അതിൽ ആ രാജ്യത്തുണ്ടാകുന്ന ആ അത്യുന്നതിയിൽ അമർഷാത് അമർഷം പൂണ്ട് അസൂയാലുവായി അസ്മിൻ അജനാഭവർഷേ അങ്ങയുടെ ആ അജനാഭവർഷത്തിൽ, അതായത് ഋഷഭദേവന്റെ രാജ്യമായ ആ അജനാഭവർഷത്തിൽ ന വർഷഹ വർഷം, അതായത് മഴ പെയ്യിച്ചില്ല. തഥാ അപ്പോൾ ത്വം ഏനത് എന്നാൽ അങ്ങാകട്ടെ സ്വവർഷം ആ സ്വന്തം വർഷമായിട്ടുള്ള വർഷം, ഇവിടെ സ്വവർഷം എന്ന് പറഞ്ഞാല് സ്വന്തം രാജ്യം എന്ന് വരും. സുവർഷം എന്ന് പറഞ്ഞാല് സമൃദ്ധമായ മഴ എന്നുമാണ് അർത്ഥം. അപ്പൊ ഇവിടെ രണ്ട് പദമാണ്, സ്വവർഷവും സുവർഷവും. അപ്പൊ ആദ്യത്തേത് സ്വവർഷമാണ്. അപ്പൊ സ്വവർഷം എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യമായ ആ അജനാഭവർഷത്തിൽ സ്വയോഗശക്തിയ സ്വന്തം യോഗശക്തിയാൽ സുവർഷം വ്യതദാഹ സമൃദ്ധമായ മഴ പെയ്യിച്ചു. അപ്പൊ ഇന്ദ്രൻ അവിടെ മഴ പെയ്യിച്ചില്ല എങ്കിൽ കൂടി ഋഷഭദേവൻ തന്റെ ആ യോഗശക്തിയാൽ ആ രാജ്യത്ത് മഴ സമൃദ്ധമായി പെയ്യിച്ചു. ഇന്ദ്രൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും തന്നെ അവിടെ നടന്നില്ല. അങ്ങനെ ഇന്ദ്രൻ തോറ്റുപോയി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഇന്ദ്രസ്ത്വദുത്കർഷകൃതാദമർഷാദ് വവർഷനാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യതതാ സുവർഷം. ശ്ലോകം 6. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അദോദ്വഹന്നാത്മരദാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ശിരീശോ ഭരതോഗ്രജന്മാ. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധ ഉദ്വഹൻ ആത്മരദാശേഹ അപി അജീജനഃ തത്ര ശതം തനൂജാൻ യേഷാം ശിരീശഃ ഭരതഃ അഗ്രജന്മ. അധ അനന്തരം ആത്മരദാശേഹ സ്വന്തം ആത്മാവിൽ തന്നെ രമിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഋഷഭദേവന്, അതായത് അവധൂത വൃത്തി ലോകത്തിന് പഠിപ്പിക്കുവാനായിരുന്നു ഋഷഭാവതാരം. അങ്ങനെ തന്നെ ജയിച്ച ആ ഋഷഭദേവന് സ്വന്തം പുത്രിയായ ജയന്തിയെ കന്യാദാനം ചെയ്തു കൊടുത്തു ഇന്ദ്രദേവൻ. അതാണ് പറയുന്നത്, സ്വന്തം ആത്മാവിൽ തന്നെ ലീനമായ മനസ്സോടെ കഴിയുവാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിലും ജിതേന്ദ്രദത്താം കമനീം ജയന്തിയും തന്നെ ജയിച്ച ഋഷഭദേവന് ഇന്ദ്രൻ സ്വന്തം മകളായ ജയന്തി എന്ന കന്യകയെ കന്യാദാനം ചെയ്തു കൊടുത്തു. അപ്പോൾ ഉദ്വഹൻ ഋഷഭദേവനാകട്ടെ അവളെ സ്വീകരിച്ചു. തത്ര അതിനുശേഷം ശതം തനൂജാൻ അജീജനഃ അതിൽ 100 പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. യേശാം ഈ പുത്രന്മാരിൽ വെച്ച് ക്ഷിതീശഃ ഭരതഃ പിന്നീട് രാജാവായി തീർന്ന ഭരതനാണ് ഏറ്റവും, ഈ 100 പുത്രന്മാരിലും ജ്യേഷ്ഠപുത്രൻ ഭരതനാണ്. പിന്നീട് അദ്ദേഹമാണ് രാജാവായി തീർന്നത്. അതാണ് പറയുന്നത് ക്ഷിതീശഃ ഭരതഃ രാജാവായി തീർന്ന ഭരതനാണ് അഗ്രജന്മ മൂത്ത ജ്യേഷ്ഠൻ. അങ്ങനെ ആ അജനാഭവർഷം എന്ന രാജ്യമാണ് പിന്നീട് ഭാരതമെന്ന് അറിയപ്പെട്ടത്. അങ്ങനെ ഋഷഭദേവന്റെ കീർത്തിയിൽ അസൂയാലുവായ ദേവേന്ദ്രൻ ഋഷഭദേവന്റെ രാജ്യത്ത് മഴ പെയ്യിച്ചില്ല. ഋഷഭദേവൻ സ്വന്തം മായാവൈഭവത്താൽ മഴ പെയ്യിച്ചു. ദേവേന്ദ്രൻ തോറ്റുപോയി. പിന്നീട് ഇന്ദ്രനാകട്ടെ സ്വന്തം പുത്രിയായ ജയന്തിയെ കന്യാദാനം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഋഷഭദേവൻ സ്വന്തം ആത്മാവിൽ രമിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം അങ്ങനെ ആ ജയന്തിയെ സ്വീകരിച്ചു. അവളിൽ 100 പുത്രന്മാരും ഉണ്ടായി. അതിൽ ഏറ്റവും മൂത്ത പുത്രനാണ് ഭരതൻ. അങ്ങനെ ആ അജനാഭ വർഷം ഭാരതം എന്ന വർഷമായി തീർന്നു. വർഷം എന്ന് പറഞ്ഞ രാജ്യം. അജനാഭ വർഷം എന്ന് പേരുണ്ടാകാനും ഒരു കാരണമുണ്ട്. ഋഷഭദേവന് അജൻ എന്നൊരു നാമം കൂടിയുണ്ട്. അജൻ എന്നും അറിയപ്പെട്ടിരുന്നു. അങ്ങനെ നാഭിയുടെയും അജന്റെയും വർഷമാണ് അജനാഭ വർഷം. ആ അജനാഭ വർഷം ഭരതൻ വാണതോടെ പിന്നീട് ഭരതന്റെ രാജ്യമായി മാറി. അങ്ങനെ ഭാരതവർഷം എന്ന് അറിയപ്പെട്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അദോദ്വഹന്നാത്മരദാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ശിരീശോ ഭരതോഗ്രജന്മാ. ശ്ലോകം 7. നവാഭവൻ യോഗിവരാന്നവാന്യേ തോപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാത്വശീതിസ്തവ ശേഷപുത്ര തപോബലാൽ ഭൂസുരഭൂയമീയു. നവാഭവൻ യോഗിവരഃ നവ അന്യേ തു അപാലയൻ ഭാരതവർഷഖണ്ഡാൻ സ ഏക തു അശീതിഃ തവ ശേഷപുത്രഃ തപോബലാത് ഭൂസുരഭൂയം
ഇയുഹു നവയോഗിവരാഹ. ഋഷഭയോഗിയുടെ 100 മക്കളെ കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. 100 മക്കളിൽ മൂത്ത പുത്രനായ ഭരതനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് 99 പുത്രന്മാരാണ്. ആ പുത്രന്മാർ ആരൊക്കെയാണ് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അതാണ് നവയോഗിവരാഹ. ഋഷഭയോഗിയുടെ 9 പുത്രന്മാർ യോഗീശ്വരന്മാരായി തീർന്നു. അവരാണ് നവയോഗികൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി അന്യേ നവ തു, അടുത്ത 9 പുത്രന്മാർ ഭാരതവർഷ കണ്ഠാൻ അപാലയൻ. പിന്നീടുണ്ടായിരുന്ന പുത്രന്മാരിൽ 9 പുത്രന്മാർ അജനാഭ വർഷം എന്ന ആ ഭാരതവർഷത്തെ 9 ഭാഗങ്ങളായി തിരിച്ച് ആ 9 ഭാഗങ്ങളും പരിപാലിച്ചു പോന്നു. പിന്നീടുണ്ടായിരുന്ന പുത്രന്മാർ സ ഏക അശീതിഹി. ഏക അശീതിഹി, ഏകം 1, അശീതിഹി 80. ഏക അശീതിഹി 81. ബാക്കിയുണ്ടായിരുന്ന 81 പുത്രന്മാര് തപോബലാത്, അവരുടെ തപോബലം കാരണം ഭൂസുര പൂയം ഈയുഹു, ഭൂസുരന്മാരായും ഭവിച്ചു, അതായത് ബ്രാഹ്മണ്യം പ്രാപിച്ചു. അങ്ങനെ ഋഷഭയോഗിയുടെ 9 മക്കള് യോഗീശ്വരന്മാരായി തീർന്നു. പിന്നീടുണ്ടായിരുന്ന പുത്രന്മാരിൽ 9 പേർ ഭാരതവർഷത്തെ തന്നെ 9 ഭാഗങ്ങളാക്കി തിരിച്ച് ഓരോ ഭാഗങ്ങളും പരിപാലിച്ചു പോന്നു. തുടർന്നുള്ള 81 പുത്രന്മാരും അവരുടെ തപോബലം കാരണം ഭൂസുരന്മാരായും ഭവിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. നവാഭവൻ യോഗിവരാം നവാന്യേ ത്വപാലയൻ ഭാരതവർഷകണ്ഠാൻ സൈകാത്വശീതിസ്തവ ശേഷപുത്ര തപോബലാൽ ഭൂസുരഭൂയമീയു. ശ്ലോകം 8. ഉക്ത്വാ സുദേഭ്യോധ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസവൃത്തിം അഥാ ജഡോന്മത്തപിശാചചര്യാം. ഉക്ത്വാ സുദേഭ്യഃ അഥ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്തി അന്യുത മുക്തിമാർഗം സ്വയം ഗതഃ പാരമഹംസവൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം. അഥ അനന്തരം ത്വം അങ്ങ് മുനീന്ദ്രമധ്യേ മുനീന്ദ്രന്മാരുടെ മധ്യത്തിൽ വെച്ച് സുദേഭ്യഃ തന്റെ പുത്രന്മാർക്കായിട്ട് വിരക്തി ഭക്തി അന്യുത മുക്തിമാർഗം, ഭക്തിയെക്കുറിച്ചും വിരക്തിയെക്കുറിച്ചും ഇവയാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആ മുക്തിയെക്കുറിച്ചുമുള്ള ഉപദേശങ്ങൾ കൊടുത്തു. ഒരു യജ്ഞം നടത്തി അതിൽ സകല മുനീന്ദ്രന്മാരെയും വിളിച്ചു കൂട്ടി അതിനുശേഷം തന്റെ പുത്രന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഉപദേശിക്കുന്ന പോലെ ലോകത്തിനായിട്ട് ആ ഭക്തിയെക്കുറിച്ചും വിരക്തിയെക്കുറിച്ചും അവയോടുകൂടിയിരിക്കുന്ന ആ മുക്തിയെക്കുറിച്ചുമൊക്കെ ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം സ്വയം പാരമഹംസവൃത്തിം, പരമജ്ഞാനികളായിരിക്കുന്ന മഹാത്മാക്കളുടെ ആ പ്രവർത്തികളെ, ആ രീതികളെ, ആ വൃത്തിയെ സ്വീകരിച്ചുകൊണ്ട് ജഡ ഉന്മത്ത പിശാചചര്യാം, അങ്ങനെ ജഡോന്മത്തനായിട്ട് പിശാചുകളുടെ പോലെയുള്ള ആ ചര്യകളെ ആചരിച്ചുകൊണ്ട്, അതായത് ചില നേരങ്ങളിൽ ജഡനെ പോലെ നിൽക്കും. ജഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവികാരനായിട്ട് നിൽക്കുക, വെറുതെ ഇങ്ങനെ ഒരു ദിക്കിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ചിലപ്പോഴാകട്ടെ ഉന്മത്തനായിട്ട് അങ്ങനെ ആടിപ്പാടി നടക്കും. മറ്റു ചിലപ്പോ പിശാചിനെ പോലെ ആയിരിക്കും പെരുമാറുന്ന, തലമുടിയൊക്കെ വലിച്ചു പറിച്ചും അങ്ങനെ അലറി വിളിച്ചും ഒക്കെ തന്റെ ശരീരത്തിന്റെ ഒരു ബോധവും ഇല്ലാതെ അവധൂതന്മാരെ പോലെ മൂഢന്റെയും ഭ്രാന്തന്റെയും പിശാചിന്റെയും ചര്യകളെ അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഉക്ത്വാ സുദേഭ്യോധ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്ത്യന്വിത മുക്തിമാർഗം സ്വയം ഗത പാരമഹംസവൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം. ശ്ലോകം 9. പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിചചാര കൃഷ്ണാം മഹീം മഹീനാത്മരസാഭിലീന. പരാത്മഭൂതഃ അപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനഃ വിചചാര കൃഷ്ണാം മഹീം അഹീനാത്മ രസ അഭിലീനഃ. ഭവാൻ, അല്ലയോ ഭഗവാനെ, അങ്ങ് പരാത്മഭൂതഃ അപി, ആ പരമാത്മാവിന്റെ അംശഭൂതനായിട്ടാണ് അവതരിച്ചത് എങ്കിലും പരോപദേശം കുർവൻ, ആ പരമാനന്ദം ലഭിക്കുന്ന ആ വഴിയെക്കുറിച്ച് അതെപ്രകാരമാണ് എന്ന് എല്ലാവർക്കും ഉപദേശം
ഉപദേശിച്ചു കൊടുത്തിട്ട് സർവനിരസ്യമാനഹ സർവവും ത്യജിച്ചിട്ട് വികാരഹീനഹ യാതൊരു വികാരവുമില്ലാതെ നിർവികാരനായിട്ട് അഹീന ആത്മരസ അഭിലീനഹ തികഞ്ഞ ആത്മാനന്ദത്തിൽ അങ്ങനെ മുഴുകി കൃഷ്ണാം മഹീം ഭൂമിയുടെ എല്ലാ ഭാഗത്തും വിജചാര ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ ഋഷഭയോഗിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് ആ പരമാത്മരസ അനുഭവത്തിന്റെ ആ പരമാനന്ദ രസം ആകുന്ന ആ അനുഭവങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് അവധൂതനായിട്ട് നിർവികാരനായിട്ട് മറ്റുള്ളവർക്ക് ജ്ഞാനോപദേശം ചെയ്തുകൊണ്ട് അങ്ങനെ ഭൂമിയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പരാത്മഭൂതോ വിപരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിചചാര കൃഷ്ണാം മഹീം മഹീനാത്മരസാഭിലീന. ശ്ലോകം 10. ശയൂവൃതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗകുടകാചലേ ത്വം താവാൻ മമാവാഗുരുവാദനാഥ. ശയൂവൃതം ഗോമൃഗകാകചര്യാം ചിരം ചരൻ ആപ്യ പരം സ്വരൂപം ദവാഹൃദാംഗഃ കുടകാജലേ ത്വം താവാൻ മമ അപാഗുരു വാദനാഥ. ശയൂവ്രതം, ശയൂവ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ സ്ഥലത്ത് തന്നെ വളരെ നാൾ അങ്ങനെ കിടക്കുക മാത്രമല്ല, ഗോമൃഗ കാകചര്യാം ഗോക്കളെ പോലെയും മൃഗങ്ങളെ പോലെയും കാക്കകളെ പോലെയും ഒക്കെ പെരുമാറുക. അതായത് കാക്കകളെ പോലെയും മൃഗങ്ങളെ പോലെയും എന്ന് പറയുമ്പോൾ യാദൃശ്ചികമായിട്ട് കിട്ടുന്നത് മാത്രം ഭക്ഷിച്ചുകൊണ്ട് ചിരം ചരൻ അങ്ങനെ വളരെ കാലം കഴിച്ചുകൂട്ടി അവസാനം പരം സ്വരൂപം ആപ്യ ആ പരബ്രഹ്മ സ്വരൂപത്തെ പ്രാപിച്ചിട്ട് കുടകാജലെ കുടകുമലയിൽ ദവാഹൃദാംഗ ഉണ്ടായ ആ കാട്ടുതീയിൽ ആ ശരീരം ഉപേക്ഷിച്ചു. ഹേ വാദനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അവിടുന്ന് മമ താപാൻ എന്റെ ഈ താപങ്ങളെ എല്ലാം തീർത്തു തരേണമേ ഭഗവാനെ, അപാഗുരു അകറ്റിത്തരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകം മേൽപ്പത്തൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അജനാഭവർഷത്തെ യജ്ഞഭൂമയാക്കി ഋഷഭദേവൻ പ്രജകളെയും യജ്ഞകർമ്മങ്ങളിൽ തൽപരരാക്കി. ഒരിക്കൽ ഒരു യജ്ഞം നടത്തി സ്വന്തം മക്കളെ ഉപദേശിക്കുന്നു എന്ന വ്യാജേന മുഴുവൻ പ്രജകൾക്കും ഋഷഭദേവൻ ധർമ്മനീതി ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം ഭരതനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് കൊട്ടാരം വിട്ടിറങ്ങി അവധൂത ജീവിതം നയിച്ചു. മൂകനെ പോലെയും ബധിരനെ പോലെയും അന്ധനെ പോലെയും ഊരു ചുറ്റി രാജാവാണെന്നറിയാതെ ജനങ്ങള് ഋഷഭദേവനെ പരിഹസിച്ചു, ദേഹോപദ്രവം ചെയ്തു. എല്ലാം ഋഷഭദേവൻ നിസ്സംഗനായിട്ട് സഹിച്ചു. കാരണം തന്റെ ശരീരത്തെ പോലും മറന്നാണ് ആ ബ്രഹ്മത്തിൽ ലയിച്ചിങ്ങനെ ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേഹോപദ്രവം ചെയ്യുന്നതാകട്ടെ പരിഹസിക്കുന്നതാകട്ടെ ഒന്നും തന്നെ അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നില്ല. ആഹാരം അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ അജകരവൃത്തി പോലെ മുന്നിൽ വരുന്നത് മാത്രം എന്തെങ്കിലും ഭക്ഷിച്ച് നിത്യവൃത്തിയുമില്ല, ദിനചര്യയും ഒന്നുമില്ല, കാഴ്ചയിൽ തനി ഭ്രാന്തൻ. എന്നിരുന്നാലും ആ ഭഗവാന്റെ ആ യോഗബലത്താൽ ഋഷഭദേവന്റെ ശരീരത്തിൽ നിന്ന് നറുമണം നാലുപാടും പരന്നു എന്നാണ് പറയുന്നത്. ഋഷഭദേവൻ അങ്ങനെ ദേശഭേദമന്യേ പലയിടങ്ങളിലും അങ്ങനെ സഞ്ചരിച്ചു. ഒടുവിൽ കർണാടകത്തിലെ കുടജാദ്രിയിൽ എത്തിയപ്പോൾ അവിടെ കാട്ടുതീ പടരുന്നത് ഋഷഭദേവൻ കണ്ടു. അങ്ങനെ തനിക്ക് താൽക്കാലികമായിട്ട് ലഭിച്ച ഈ ശരീരം ഉപേക്ഷിക്കേണ്ട സമയമായി എന്ന് തോന്നി ഋഷഭദേവൻ ആ കാട്ടുതീയിലേക്ക് നടന്നു നീങ്ങി എന്നാണ് പറയുന്നത്. നിലാവിൽ നടക്കുന്നത് പോലെ കാട്ടുതീയിലേക്ക് നടന്നു അത്രേ. അങ്ങനെ ഭാരതത്തെ സ്വന്തം ജന്മം കൊണ്ട് യജ്ഞഭൂമിയാക്കിയ ഋഷഭ അവതാരം അഗ്നിയിൽ ലയിച്ചു. ശയൂവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗകുടകാചലേ ത്വം താപാൻ മമാപാഗുരുവാദനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.